ഹായ് ഗെയ്സ്, ഇപ്പോഴത്തെ തിരക്കേറിയ ജീവിതത്തിനിടയിൽ വിറകടുപ്പ് ഉപയോഗിച്ച് പാചകം ചെയ്യുന്ന കാര്യം ചിന്തിക്കാൻ പോലും പറ്റാത്ത സാഹചര്യമാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോഴത്തെ കാലത്ത് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത് ഗ്യാസ് അല്ലെങ്കിൽ ഇൻഡക്ഷൻ കുക്കർ. ഈ ഗ്യാസും ഇൻഡക്ഷൻ കുക്കറൊക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ ഇപ്പോഴത്തെ കറണ്ട് ചാർജ് വല്ലെന്നുണ്ടെങ്കിൽ ഗ്യാസിന്റെ വിലയൊക്കെ വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഒരു അടുപ്പ് ഉണ്ടാക്കാൻ തീരുമാനിച്ചു. കുക്കിംഗ് വേസ്റ്റ് ഓയിൽ അല്ലെന്നുണ്ടെങ്കിൽ വാഹനങ്ങളുടെ വേസ്റ്റ് ഓയിലൊക്കെ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഹൈ ഫ്ലെയിമിൽ പ്രവർത്തിക്കാൻ പറ്റുന്ന ഒരു സ്റ്റൗ ആണിത്. ഇപ്പോൾ വിപണിയിൽ മേടിക്കാൻ കിട്ടുമെങ്കിൽ നമ്മൾ ഉണ്ടാക്കിയെടുക്കാന്ന് വിചാരിച്ചു. അതിനുള്ള സാധനങ്ങളൊക്കെ കുറച്ച് നാളുകൊണ്ട് ഞാൻ സമാഹരിച്ചു വെച്ചിരുന്നു. അതിനുവേണ്ടി നമുക്കൊരു പൈപ്പിന്റെ ആവശ്യം ഉണ്ടായിരുന്നു. എന്തായാലും കേജ് കൂടി ഒരു പൈപ്പ് നമുക്ക് സെലീം ഒന്ന് സഹായിച്ചിട്ടുണ്ട്. സംഭവം ചെയ്ത് സക്സസ് ആവുകയാണെന്നുണ്ടെങ്കിൽ അവനോട് ഒരെണ്ണം ചെയ്ത് കൊടുക്കണം എന്നാണ് നമ്മൾക്ക് പറഞ്ഞിരിക്കുന്നത്. എന്തായാലും ആത്മവിശ്വാസത്തോടെ ഞാൻ ഒരു ദിവസം ലീവ് എടുത്ത് പണിയാൻ തുടങ്ങി. യൂട്യൂബിൽ ഒരുപാട് വീഡിയോ ഇട്ടിട്ടുണ്ടെങ്കിലും ഇതുപോലെ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു വീഡിയോ കണ്ടിട്ടാണ് ഞാൻ ചെയ്യുന്നത്. ഈസി എന്ന് വെച്ചാൽ അത്ര ഈസി ഒന്നുമല്ല. വെൽഡ് ചെയ്യുന്നവർക്ക് അറിയാൻ എന്റെ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ. അത്യാവശ്യം വെൽഡിങ് അറിയാവുന്നവർക്കൊക്കെ ഈസി ആയിട്ട് ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ. കേജ് കൂടെ വൈപ്പ് ആയതുകൊണ്ട് തന്നെ ഹോൾഡാൻ കുറെ കഷ്ടപ്പെട്ടു. ഏകദേശം പണി കഴിഞ്ഞപ്പോൾ നമ്മുടെ അടുപ്പിന്റെ രൂപ ഇതാണ്. മേക്കിംഗ് ഫുൾ എടുക്കാഞ്ഞത് നമ്മുടെ കൂടെ ഒരു ക്യാമറാമാൻ ഇല്ലാത്തതുകൊണ്ട് തന്നെ നമ്മുടെ അടുപ്പിന് പ്രധാനമായിട്ട് വേണ്ടത് എയർ ബ്ലോവർ ആണ്. നമുക്ക് ഓൺലൈനിൽ മേടിക്കാൻ കിട്ടുമെങ്കിൽ ഞാൻ ഒന്നും ചെയ്തെടുക്കാമെന്ന് വിചാരിച്ചു. നമ്മളെ കൊണ്ടാവും നമ്മൾ ചെയ്ത് നോക്കുക. നമ്മുടെ അടുപ്പ് പൂർണ്ണമായിട്ട് പണിഞ്ഞ് പ്രവർത്തിക്കുന്ന രീതിയിലാവുകയാണെന്നുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ സെക്കൻഡ് പാർട്ട് ഇടുന്നതായിരിക്കും. അപ്പൊ ഇന്നത്തെ ശേഷം ഇതൊക്കെയാണ് അടുത്ത എടുക്കാറുമ്പോഴേക്കും ബൈ.